നമസ്കാരം. കവിയും കലാകാരനുമായ എൽദോസ് കുന്നപ്പള്ളി തൻ്റെ വ്യത്യസ്തമായ രാഷ്ട്രീയം കൊണ്ടാണ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നത്. അതിൻ്റെ തുടർച്ചയായി അദ്ദേഹം പെരുമ്പാവൂർ UDF സ്ഥാനാർത്ഥിയാകുന്നു, മത്സരിക്ക് ജയിക്കുന്നു. 2 തവണ MLA പദവിയിലിരുന്ന എൽദോസ് കുന്നപ്പള്ളിക്ക് കോൺഗ്രസ് പാർട്ടി സീറ്റ് നിഷേധിച്ചു. ഇക്കുറി കോൺഗ്രസ് പാർട്ടി സിറ്റിംഗ് സീറ്റ് നിഷേധിച്ച 2 MLA-മാരിൽ ഒരാളാണ് എൽദോസ് കുന്നപ്പള്ളി. മറ്റേയാൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. കുന്നപ്പള്ളിക്ക് സീറ്റ് നിഷേധിക്കാൻ കാരണം 2022 മുതൽ കുന്നപ്പള്ളി കൈകാര്യം ചെയ്യുന്ന ഒരു കേസാണ്. തിരുവനന്തപുരം പേട്ടയിൽ താമസിക്കുന്ന ഒരു യുവതിയെ എൽദോസ് കുന്നപ്പള്ളി 3 തവണ ബലാത്സംഗം ചെയ്തെന്നും ഭീഷണിപ്പെടുത്തി കാറിൽ കയറ്റി കോവളത്തിന് കൊണ്ടുപോകുന്ന വഴി തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് പരാതി. അങ്ങനെ എൽദോസ് കുന്നപ്പള്ളി ഒരു ബലാത്സംഗ കേസിലെ പ്രതിയാവുന്നു. ഒന്നല്ല 3 തവണ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതി. മാത്രമല്ല ബലാത്സംഗത്തിലെ അതിജീവിതയെ കൊല്ലാൻ ശ്രമിച്ച കേസിലെയും പ്രതിയായി എൽദോസ് കുന്നപ്പള്ളി. സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടിക്ക് സീറ്റ് നിഷേധിക്കേണ്ടി വന്നു. എൽദോസ് കുന്നപ്പള്ളി അതിന്റെ പേരിൽ ദിവസങ്ങളോളം ജയിൽവാസവും അനുഭവിച്ചു. ഇന്നലെ എല്ലാ ചാനലുകളും ഒരു വാർത്ത ബ്രേക്ക് ചെയ്യുന്നു. എൽദോസ് കുന്നപ്പള്ളി തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല, തന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല, തന്നെ ബലാത്സംഗം ചെയ്തിട്ടുമില്ല. ഇതൊക്കെ തനിക്ക് തെറ്റുപറ്റിപ്പോയതാണ് എന്ന് ആ യുവതി കോടതിയിൽ മൊഴി കൊടുത്തു. ഇതോടുകൂടി എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയുള്ള കേസ് നിലനിൽക്കുകയില്ല. കേസിന്റെ വിചാരണ ഘട്ടത്തിലാണ് യുവതി ഇങ്ങനെ മൊഴി കൊടുത്തത്. ഇതോടുകൂടി കേസ് പൂർണ്ണമായും അസാധുവായി. എൽദോസിനെ വെറുതെ വിടും. വാസ്തവത്തിൽ കേരളം ഇതിങ്ങനെ ചർച്ച ചെയ്താൽ പോരാ, അന്തിച്ചർച്ചയ്ക്ക് കാരണമാക്കേണ്ടതാണ്. എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ കേസുണ്ടായപ്പോൾ അത് എല്ലാ ചാനലുകളും അന്തിച്ചർച്ച നടത്തിയതാണ്. എൽദോസ് കുന്നപ്പള്ളിയെ സമൂഹം ഒരുപോലെ വിചാരണ ചെയ്തതാണ്. എൽദോസ് കുന്നപ്പള്ളിക്ക് അതുവഴി MLA സ്ഥാനവും നഷ്ടമായതാണ്. ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയെ കുറിച്ച് താൻ പറഞ്ഞത് കള്ളമാണ് എന്നൊരു സ്ത്രീ പറയുമ്പോൾ സ്വാഭാവികമായും എൽദോസിന് ലഭിക്കാതെ പോയ അവസരം ആര് കൊടുക്കുമെന്ന ചോദ്യം പ്രസക്തമാണ്. എൽദോസിനെ വിചാരണ ചെയ്തവർ ആ തെറ്റ് തിരുത്തുമോ? ഒരുപക്ഷെ എൽദോസ് കുന്നപ്പള്ളി ആ സ്ത്രീയുമായി ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കി തടി ഊരിയതായി കൂടാഴുകയില്ല. അതെന്തുമാവട്ടെ, നിയമത്തിന് മുൻപിൽ എൽദോസ് കുന്നപ്പള്ളി നിരപരാധിയും വ്യാജ കേസിലെ ഇരയായ പ്രതിയുമാണ്. ഇവിടെ പ്രസക്തമായ ചോദ്യം, ഒരു സ്ത്രീ ഒരു പുരുഷനെതിരെ വ്യാജമായ പരാതി കൊടുത്താൽ യാതൊരു തെളിവും ആവശ്യമില്ലെങ്കിലും പോലീസ് FIR ഇടുകയും ആ FIR-ന്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ അയാളെ വേട്ടയാടുകയും ചെയ്യുന്നത് അംഗീകരിക്കാൻ പറ്റുമോ എന്നത് തന്നെയാണ്. അടിസ്ഥാനപരമായി ഒരു തെളിവുമില്ലാതെ ഒരു സ്ത്രീയുടെ പരാതിയിൽ പുരുഷനെതിരെ കേസെടുത്ത് ജയിലിലടയ്ക്കുന്നതും അയാളുടെ ഭാവി തകർക്കുന്നതും ഇനിയെങ്കിലും ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ലേ? പരാതി കൊടുത്തോട്ടെ, FIR ഇട്ടോട്ടെ. പ്രാഥമിക അന്വേഷണത്തിൽ തെളിവുണ്ടെങ്കിൽ മാത്രം ഒരാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ ഇനിയും ഇത്തരം നിരപരാധികൾ വേട്ടയാടപ്പെടും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസ്ഥ നോക്കുക. ഒന്നല്ല 3 ബലാത്സംഗ കേസിൽ പ്രതിയായി. ആദ്യത്തെ 2 കേസിലും മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയപ്പോൾ ആരും അറിയാതെ 3ാമതൊരു കേസിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. രാഹുലിനെതിരെ ആരെങ്കിലും പരാതിപ്പെട്ടിട്ടല്ല പോലീസ് രംഗത്തിറങ്ങിയത്. അതിനു മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിലെ ബഹളം കണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗിക്കാം എന്ന് കരുതിയാണ് രാഹുലിനെ പ്രതി ചേർക്കാൻ വേണ്ടി അന്വേഷണ സംഘത്തിന് രൂപം കൊടുത്തത്. അന്വേഷണ സംഘം ആരോപണ വിധേയരായ സ്ത്രീകളെ സമ്മർദ്ദം ചെലുത്തി പരാതി എഴുതി വാങ്ങിക്കുകയായിരുന്നു എന്നാണ് പിന്നീട് കേട്ടത്. മുൻകൂർ ജാമ്യം പരിഗണിച്ച 2 കോടതികളും അറസ്റ്റിലായ കേസിൽ ജാമ്യം പരിഗണിച്ച കോടതിയും സകല തെളിവുകളും നോക്കിയിട്ട് 3ഇടത്തും ബലാത്സംഗമില്ല എന്ന് പറഞ്ഞ് ജാമ്യം കൊടുത്തു. പക്ഷെ രാഹുലിനുണ്ടായ അപമാനം, രാഹുലിന്റെ കുടുംബത്തിനുണ്ടായ നാണക്കേട്, രാഹുലിനുണ്ടായ നഷ്ടം അത് സമാനതകളില്ലാത്തതാണ്. മറുനാടനെ ഇഷ്ടപ്പെടുന്ന നിരവധി പേർ രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചു എന്നതിന്റെ പേരിൽ ഞങ്ങൾ ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. എൻ്റെ സുഹൃത്തും UNA എന്ന നഴ്സിംഗ് സംഘടനയുടെ നേതാവും കാനഡയിൽ ജോലി ചെയ്യുന്ന ആളുമായ ജിതിൻ ലോഹി എന്നോട് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ മാത്രമേ അഭിപ്രായ ഭിന്നത തോന്നിയിട്ടുള്ളൂ എന്നാണ്. എത്രമാത്രം സ്വാധീനം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വാർത്തകളും വിചാരണകളും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിന് തെളിവാണ് ഇതൊക്കെ. നാളെ ഈ കേസിൽ വിചാരണ പൂർത്തിയാകുമ്പോൾ രാഹുൽ നിരപരാധിയാണ്, ബലാത്സംഗം നടന്നിട്ടേയില്ല, രാഹുലിനെ കുടുക്കിയതാണ്, രാഷ്ട്രീയ അജണ്ടയാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പരാതിപ്പെട്ടവർ തന്നെ ഞങ്ങൾ വെറുതെ പറഞ്ഞതാണ്, അങ്ങനെ ഒരു സംഭവമില്ല എന്ന് പറഞ്ഞാൽ രാഹുലിനുണ്ടായ നഷ്ടം ആര് നികത്തും? സ്ത്രീകളുടെ വാക്ക് മാത്രം മതി അവരെ വിശ്വസിക്കാൻ എന്ന നമ്മുടെ നാട്ടിലെ കീഴ്വഴക്കത്തിന് പരിഹാരമുണ്ടായാൽ മതിയാവൂ. പോക്സോ കേസാണെങ്കിലും സ്ത്രീ പീഡന കേസാണെങ്കിലും തീർച്ചയായും തെളിവുകൾ കൂടി പരിശോധിച്ച ശേഷം മാത്രം ശിക്ഷാ നടപടിയിലേക്ക് ഇറങ്ങുന്നത് ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചു. FIR ഇട്ടോട്ടെ, അന്വേഷിച്ചോട്ടെ. പ്രാഥമിക തെളിവ് പോലുമില്ലാതെ ഒരാളെ പിടിച്ച് ജയിലിൽ അടച്ചാൽ അയാളുടെ ജീവിതത്തിനുണ്ടാകുന്ന നഷ്ടം പിന്നീട് പരിഹരിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ബൈജു സ്വാമി ഇങ്ങനെ എഴുതുന്നു:
ഈ കേസ് എല്ലാവരും ഒന്ന് റീവൈൻഡ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ മറക്കില്ല, കാരണം വിശദമാക്കാം. ഈ കേസിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് മുൻകൂർ ജാമ്യത്തിന് വക്കാലത്ത് എന്റെ സുഹൃത്തായിരുന്ന ലേറ്റ് മിസ്റ്റർ അലസ്കറി ആയിരുന്നു. എൽദോസിന് മുൻകൂർ ജാമ്യത്തിന് കേസ് ഹൈക്കോടതി പരിഗണിക്കുന്ന 2 ദിവസം മുമ്പ് ഈ കേസിലെ അതിജീവിത അഡ്വക്കേറ്റ് തന്നെ ഒത്തുതീർപ്പിന് വിളിച്ചു വരുത്തിയെന്നും മോശമായ രീതിയിൽ സംസാരിച്ചുവെന്നും കാണിച്ച് എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി സമർപ്പിക്കുന്നു. ഉടൻ തന്നെ ദാസപ്പന്റെ പോലീസ് അഡ്വക്കേറ്റിനെ കസ്റ്റഡി എടുക്കാൻ തയ്യാറെടുക്കുന്നു. സെൻട്രൽ പോലീസ് സ്റ്റേഷൻ തൊട്ടു മുന്നിലാണ് അഡ്വക്കേറ്റിന്റെ ഓഫീസ്. ഇനിയാണ് ടെസ്റ്റ്. അലക്സിനെതിരെ കേസെടുത്ത വിവരം അറിഞ്ഞപ്പോൾ അഡ്വക്കേറ്റ് അസോസിയേഷൻ കേരളത്തിലുള്ള എല്ലാ കോടതികളിലും ഒരു ദിവസം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. ദാസപ്പൻ പോലീസ് വിട്ടില്ല. അലക്സിന് വേണ്ടി തെരച്ചിൽ ഊർജിതമാക്കി. വക്കീലിനെതിരെ കേസെടുക്കുന്ന ദാസപ്പന്റെ ശുഷ്കാന്തി നോക്കണേ. ഈ സമയത്താണ് എന്റെ ഒരു ക്ലയന്റിനെ KCB ഏതാണ്ട് 54 ലക്ഷം രൂപ മുൻകൂല പ്രാബല്യമുള്ള ഒരു ബിൽ 7 ദിവസത്തിനകം അടച്ചില്ലെങ്കിൽ കണക്ഷൻ വിച്ഛേദിക്കുമെന്ന രജിസ്റ്റേർഡ് നോട്ടീസ് അയച്ചത്. ഡിമാൻഡ് ലോഡിനേക്കാൾ അധികം 2019-20 ഉപയോഗിച്ചെന്ന കള്ളക്കേസായിരുന്നു നോട്ടീസിന്റെ അടിസ്ഥാനം. കാരണം 2020 എന്റെ ക്ലയന്റ് ഒക്കുപ്പൈ പോലും ചെയ്യാത്ത കോവിഡ് മൂലം അടഞ്ഞു കിടന്ന ഷോറൂമിന്റെ പേരിലാണ് ഡിമാൻഡ് ആൻഡ് ഡിസ്കണക്ഷൻ നോട്ടീസ് എന്ന് എനിക്ക് തന്നെ പിടികിട്ടി. എനിക്ക് കറുത്ത കോട്ടില്ലാത്തത് കൊണ്ട് കോടതിയിൽ കയറാൻ വിലക്കുണ്ടല്ലോ. കഷ്ടിച്ച് 3 ദിവസം കൂടി മാത്രം ഡിസ്കണക്ഷന് ഉള്ളപ്പോൾ ഞാൻ അലക്സിനോട് പറഞ്ഞു, ഞാൻ കേസ് ഡ്രാഫ്റ്റിന് വേണ്ടി പോയിന്റ്സ് ഉണ്ടാക്കി മെയിൽ ചെയ്യാം. ആദ്യപടിയായ CGRF-ൽ നാളെ ഫയൽ ചെയ്ത് കേസ് തടയാം. പിന്നീട് ഹൈക്കോടതിയിൽ ശ്രമിക്കാം. അലക്സ് സമ്മതം മൂളി. ഞാൻ കേസ് ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള പോയിന്റ്സ് രാത്രിയിൽ തന്നെ മെയിൽ അയച്ചു. രാത്രി 2 മണി വരെയൊക്കെ കേസ് കിട്ടുമായിരിക്കുന്ന അലക്സിന്റെ ഓഫീസിലേക്ക് ഞാൻ ഏകദേശം രാത്രി 10 മണിക്ക് എത്തുമ്പോൾ ഓഫീസ് അടഞ്ഞു കിടക്കുന്നു. അലക്സിന്റെ ഫോൺ സ്വിച്ച് ഓഫ്. കോട്ടയം ഫാഷനിൽ പറഞ്ഞാൽ എന്റെ അകവാൾ വെട്ടിപ്പോയി. ഈശ്വര, നാളെ കേസ് CGRF-ൽ എത്തിയില്ലെങ്കിൽ KCB-യിലെ കിങ്കരന്മാർ ഫ്യൂസ് വരും. പിന്നെ ഫ്യൂസ് ഊരിയത്, കുത്തിയത്, പിഴ എല്ലാം ചേർത്ത് 50 ലക്ഷം 60 ലക്ഷമാക്കും. കൂടാതെ ചെയ്യാവുന്ന എല്ലാ ദ്രോഹവും ചെയ്യും. ഇതെല്ലാം ആലോചിച്ച് പ്രാന്തായ ഞാൻ മറൈൻ ഡ്രൈവിൽ പോയി കായലിലേക്ക് നോക്കിയിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, രാവിലെ 8 മണിയോടെ വേറെ ഒരു നമ്പറിൽ നിന്ന് അലക്സിന്റെ ഫോൺ. സ്വാമി, താൻ കളമശ്ശേരിക്ക് വിട്ടോളൂ. CGFR തുറക്കുമ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ തൻ്റെ കേസുമായി അവിടെ ഉണ്ടാകും. താൻ എത്തുമ്പോൾ ഫയൽ ചെയ്തിട്ടുണ്ടാവും. ഉച്ച കഴിഞ്ഞ് മാത്രമേ അത് വിളിക്കൂ. ഉച്ചയോടെ എനിക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം തരും. രാമൻപിള്ള സാറാണ് എൻ്റെ കേസിൽ. മുൻകൂർ ജാമ്യം കിട്ടിയാൽ ഉടൻ ഞാൻ കളമശ്ശേരിക്ക് എത്തും. ഇനി ജാമ്യം കിട്ടിയില്ലെങ്കിലും തൻ്റെ കേസ് ഉറപ്പായും KCB-ക്കെതിരെ വിധിക്കും. ഇത്രയും പറഞ്ഞിട്ട് അലക്സ് ഫോൺ വെച്ചു. ഞാൻ CGRF-ലേക്ക് പോയപ്പോൾ സംഭവം എല്ലാം പറഞ്ഞതുപോലെ ഏതാണ്ട് 1:30-ഓടെ അലക്സ് എത്തി. KCB പൊളിച്ചടുക്കി. 160 HP പമ്പുണ്ടെന്നൊക്കെ അവരുടെ ഇൻസ്പെക്ഷൻ മകസർ. ആ പൊട്ട മകസർ കണ്ടപ്പോൾ തന്നെ ഫോറം കേസെടുത്ത് കൊട്ടയിലിട്ടു. തിരിച്ചു വരുമ്പോൾ ഞാൻ അലക്സിനോട് ചോദിച്ചു, എൽദോസിന് കേസ് എന്തായി? അലക്സ് പറഞ്ഞു, നാളെയാണ് മുൻകൂർ ജാമ്യ ഹർജി കയറി വരുന്നത്. ആ കേസ് ഈസി ആടോ? ഞാൻ ചോദിച്ചു, വൈ? അലക്സ് പറഞ്ഞു, അതൊക്കെ പ്രൊഫഷണൽ അതിജീവിതകളാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ ഞാൻ ഡാറ്റ സംഘടിപ്പിച്ചു. ഏതാണ്ട് 49 പരാതികൾ എൽദോസിനെതിരെ പോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൊടുത്തതായി രേഖകൾ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പാവ എൽദോസിന്റെ മാനഹാനി കേസ് വെറുതെ വിട്ടാലും തീരില്ലല്ലോ. ഇത്തരം കേസുകൾ വരുമ്പോൾ തന്നെ കോടതികൾ ഇനി സംശയത്തോടെ മാത്രമേ കാണൂ. യഥാർത്ഥ കേസുകൾ പോലും പിന്നെ നീതി കിട്ടാത്ത അവസ്ഥയുണ്ടാകും. തിരിഞ്ഞു നോക്കുമ്പോൾ അലക്സ് ആയിരുന്നു ശരി. പീഡന പരാതിയിൽ അതിജീവിത കോടതിയിൽ മൊഴി മാറ്റി സംഭവാമി യുഗേ യുഗേ. അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഇങ്ങനെ എഴുതി, വ്യാജ അതിജീവിതമാർക്കെതിരെയുള്ള എന്റെ പോരാട്ടത്തിലെ ആദ്യ വിജയം എന്ന് വിളിക്കാം. എൽദോസ് കുന്നപ്പള്ളി MLA എനിക്ക് നന്നായി അറിയാം. അയാളുടെ അന്നത്തെ കേസിലെ എന്റെ പ്രതികരണവും നിലപാടും അന്ന് ശക്തമായി ഞാൻ അറിയിച്ചതുമാണ്. ഒരു പുരുഷനെ ഇല്ലാതാക്കാൻ ഒരു പെൺബോംബ് മാത്രം മതി. അവിടെ പിടിച്ചു നിൽക്കുന്നവർ ഭാഗ്യവാന്മാർ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് പുരുഷന്മാർക്കുണ്ടായ നേട്ടമാണ് കുറെ പീഡന പരമ്പര. ഗർഭപാത്രം വാടകയ്ക്കെടുക്കുന്ന കഥ കേട്ടിട്ടുണ്ട്. എന്നാൽ രതിജീവിതമാരെ അതിജീവിതമാരായി മാറ്റിയെടുക്കുന്ന പ്രക്രിയ നിങ്ങൾക്കല്ലാതെ ആർക്കും കഴിയില്ല. പെണ്ണിന്റെ മാനത്തിന് വില പറയുമ്പോഴും ആണിന്റെ മാനത്തിന് വിലയില്ല എന്നാണോ? ഈ ഗവൺമെന്റിനോട് ഒരേ ഒരു അപേക്ഷയുണ്ട്. കള്ളപ്പരാതിയുമായി വരുന്ന ഓരോ അതിജീവിതയ്ക്കും ജയിലിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കണം. ഞാൻ തുടങ്ങി വെച്ച ദൗത്യം പൂർത്തിയാക്കാൻ എന്നെ സഹായിക്കണം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഓരോ പരാതിയും പരിശോധിച്ച് അവ യാഥാർത്ഥ്യവും വ്യാജവും തരംതിരിച്ച് വ്യാജ പരാതിയുമായി വരുന്ന ആള് ആണായാലും പെണ്ണായാലും വെറുതെ വിടാതെ ജയിലിൽ വിടുക. ഇത്തരത്തിൽ രതി വിറ്റ് കാശാക്കാൻ പ്രേരണയും പിന്തുണയും നൽകുന്ന ആരായാലും അവരെയും അകത്തേക്ക് കൂട്ടുവിടണം. ഇവിടെ ഈ പണി ചെയ്യുന്ന ഒരു പിമ്പ് വക്കീലിനറിയാം. അയാളെപ്പോലെ ഇക്കാര്യത്തിലും കമ്മീഷൻ അടിച്ച് ജീവിക്കുന്ന ഏതൊരാളെയും മുഖം നോക്കാതെ ശിക്ഷിക്കുന്ന ഒരു നിയമം കൊണ്ടുവരണം. എങ്കിലേ തെറ്റ് ചെയ്യാതെ സമൂഹത്തിൽ ഒറ്റപ്പെടുന്നവരുടെ വേദന ഇവറ്റകൾക്ക് മനസ്സിലാവൂ. ഒപ്പം യഥാർത്ഥ അതിജീവിതയ്ക്ക് നീതി കിട്ടാൻ ഇടവരണം. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ശക്തമായി വന്നുകൊണ്ടിരിക്കുന്നു. എൽദോസ് കുന്നപ്പള്ളിയുടെ കേസ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസുമായി കൂട്ടി വായിക്കേണ്ടതുണ്ട്.